നമസ്കാരം. നിലവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വാനോളം ആവേശം നിറച്ച് തുറന്ന ജീപ്പിൽ MP രാജേഷിന്റെ റോഡ് ഷോ. തൃത്താല മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ LDF സ്ഥാനാർത്ഥി പര്യടനം നടത്തി. കുമരനെല്ലൂരിൽ നിന്നും ആരംഭിച്ച മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച റോഡ് ഷോ കൂറ്റനാട് സെന്ററിൽ സമാപിച്ചു. പടിഞ്ഞാറങ്ങാടി, ആലൂർ, തൃത്താല, മേഴത്തൂർ എന്നിവിടങ്ങളിലൂടെ കടന്നുപോയ റോഡ് ഷോയിൽ ഉടനീളം നൂറുകണക്കിന് പ്രവർത്തകരും പൊതുജനങ്ങളും സ്ഥാനാർത്ഥിക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ തൃത്താല മണ്ഡലത്തിലുടനീളം നടപ്പിലാക്കിയ വമ്പിച്ച വികസന പ്രവർത്തനങ്ങളുടെ ആത്മവിശ്വാസവുമായാണ് നിലവിലെ MLAയും മന്ത്രിയുമായ MP രാജേഷ് വീണ്ടും ജനവിധി തേടുന്നത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി, LDF മണ്ഡലം കൺവീനർ PN മോഹനൻ, ജില്ലാ കമ്മിറ്റി അംഗം VK ഹമ്മദ് എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. വരും ദിവസങ്ങളിലും മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പ്രചരണ പരിപാടികൾ തുടരും. വരുന്ന വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള വാഹന പ്രചരണ ജാഥയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി പ്രിയമുള്ളവരെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അനുഗ്രഹത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുക, ആശീർവാദങ്ങൾ അർപ്പിക്കുക. തൃത്താല നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് MP രാജേഷിന് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം അരിവാചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വീട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആവേശം തീർത്ത തൃത്താല നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി VT ബൽറാമിന്റെ റോഡ് ഷോ കൂറ്റനാട് നടന്നു. ന്യൂ ബസാറിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. നിരവധി പ്രവർത്തകരും വാദ്യമേളങ്ങളും റാലിയെ വർണ്ണാഭമാക്കി. മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെയുള്ള പോരാട്ടമാണിതെന്നും UDFന്റെ വിജയം ഉറപ്പാണെന്നും റാലിയിൽ പങ്കെടുത്ത നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വിവിധ ഘടകകക്ഷി നേതാക്കളും ജനപ്രതിനിധികളും റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. പട്ടാമ്പിയിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നിയോജക മണ്ഡലം തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കൊപ്പത്ത് സംഘടിപ്പിച്ചു. പട്ടാമ്പി നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മൂസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് ഉജ്ജ്വലമായ തുടക്കം കുറിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ തന്നെ പട്ടാമ്പിയിലാണ് ആദ്യ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നിരിക്കുന്നത്. തൃത്താലക്കൊപ്പം A-സോൺ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കൺവെൻഷൻ. ആയിരങ്ങളാണ് കൺവെൻഷനിലേക്ക് ഒഴുകിയെത്തിയത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളായ രക്ഷിതാക്കളുടെ മുമ്പിൽ മുടങ്ങാതെ കാണിക്കുന്ന ഒരേ ഒരു ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തുള്ളൂ. അതാണ് കേരളത്തിൽ പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഈ ഗവൺമെന്റിനാണോ നിങ്ങൾ താഴ്ത്തിറക്കാനെന്ന് പറയുന്നത്? അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി. പിന്നെ പുതിയൊരു തിയറി വരുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് പുതിയ തിയറി. പുതിയ തിയറി എന്താണെന്നറിയും? തുടർച്ചയായിട്ട് വെച്ച ഇടതുപക്ഷം കേട് തുടർച്ചയായിട്ട് വയ്ക്കുകയാണ്. തുടർച്ചയായിട്ട് വെച്ച ഇടതുപക്ഷം കേടുവരും. അവിടെ ഒന്ന് താഴ്ത്തിക്കിറക്കണം. ലക്ഷ്യം ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക. തുടർച്ചയായിട്ട് വെച്ച ഇടതുപക്ഷം കേടുവന്ന് പോകും എന്നുള്ള പുതിയൊരു സിദ്ധാന്തമുണ്ട്. ഇവർ മറച്ചു വയ്ക്കുന്നത് ഇടതുപക്ഷം തോറ്റാൽ കേരളത്തിൽ ഉണ്ടാകുന്ന ഭയാനകമായ അന്തരീക്ഷം. ആ സത്യമാണ് ഇവർ മൂടി വയ്ക്കുന്നത്. നമ്മൾ തോറ്റാൽ കേരള ഇരുട്ടിലാവും. പവർ കട്ട് തിരിച്ചു വരും. റോഡ് പൊട്ടിപ്പൊളിയും. കുടിവെള്ളം ഉണ്ടാവില്ല. പവർ കട്ട് തിരിച്ചു വരും. ആസ്പത്രി മരുന്നുണ്ടാവില്ല. ചെയ്യുന്നതെങ്കിൽ സ്വകാര്യ ആസ്പത്രി പോണ്ടി വരും. പെൻഷൻ മുടങ്ങും. 2000 രൂപ മുടങ്ങും. ഇങ്ങനെ ഭയാനകമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും കേരളത്തിൽ. ഇടതുപക്ഷം തോറ്റാൽ സംഭവിക്കുന്നതായിരിക്കും. തോൽക്കണം. ഇടതുപക്ഷം തോറ്റില്ലെങ്കിൽ തുടർച്ചയായിട്ട് വെച്ച ഇടതുപക്ഷം കേടുവരെന്ന് പറഞ്ഞവര് ഈ ഭയാനകമായിട്ടുള്ള അന്തരീക്ഷം മനസ്സിലാക്കണം. ഇനി നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദം.
LDF മണ്ഡലം ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്, NCP ജില്ലാ സെക്രട്ടറി KP അബ്ദുറഹ്മാൻ, മുതിർന്ന CPI നേതാവ് K ഇസ്മയിൽ, മണ്ഡലം കൺവീനർ K പരമേശ്വരൻ, CPI മണ്ഡലം സെക്രട്ടറി MN കരുണാകരൻ, INL സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് അലി വെല്ലപ്പുഴ, സ്ഥാനാർത്ഥി മുഹമ്മദ് മൂസിൻ, LDF നേതാക്കളായ സുബൈദ സഹാഖ്, TK നാരായണദാസ്, NP വിനയകുമാർ, OK സേതൽവി, KC ജയപാലൻ, ജയകൃഷ്ണൻ പടനായകത്ത്, ഡോക്ടർ PK ഹരിദാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനായി NP വിനയകുമാർ ചെയർമാനും TK ഗോപാലകൃഷ്ണൻ, MN കരുണാകരൻ എന്നിവർ കൺവീനർമാരുമായുള്ള 1501 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. കൂറ്റനാടിനെ നടുക്കിയ വൻ കവർച്ചാ കേസിൽ പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മോഷണം നടന്ന് 3 ദിവസത്തിനകം പ്രതികളെ പിടികൂടാനായത് പോലീസിന്റെ അന്വേഷണ മികവായി. ആമക്കാവ് പൂരദിവസം തൊഴുക്കാട് ഹരിഭവനിൽ സുധീറിന്റെ വീട്ടിൽ നിന്ന് 25 പവൻ സ്വർണം കവർന്ന കേസിലെ പ്രതികളായ കാസർകോട് സ്വദേശികൾ ഹാഷിം, മനോജ് എന്നിവരുമായാണ് പോലീസ് സംഘം തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. ഉത്സവ സീസണുകളിൽ വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതി. വീടിന്റെ പിൻവശത്തെ AC യൂണിറ്റിൽ ചവിട്ടി 2ാം നിലയിലേക്ക് കയറിയ പ്രതികൾ വാതിൽ തകർത്ത് അകത്തു കടക്കുന്ന രീതി തെളിവെടുപ്പിനിടെ പോലീസിന് വിവരിച്ചു നൽകി. അലമാരകൾ കുത്തിത്തുറന്ന് സ്വർണം കവർന്ന ശേഷം മോഷണത്തിനുപയോഗിച്ച കമ്പിപ്പാറുകൾ സമീപത്തെ പറമ്പിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഇവ പ്രതികൾ തെളിവെടുപ്പിനിടെ പോലീസിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. DYSP ഷാജു K എബ്രഹാം, CI ബിജോയ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ശാസ്ത്രീയമായ തെളിവുകളിലൂടെ പ്രതികളെ കുടുക്കിയത്. സൻഫീർ, കമൽ, റഷീദ്, നൌഷാദ് അലി, റിയാസ്, അനിൽകുമാർ, സജീഷ്, ബിജേഷ്, ജയരാജ് തുടങ്ങിയ ഉദ്യോഗസ്ഥരടങ്ങിയ സംഘമാണ് കേസന്വേഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. വണ്ടൂർ സ്വദേശിയായ പ്രമുഖ പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നിർണായക വഴിത്തിരിവ്. സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരനും മുഹമ്മദ് അലിയുടെ പിതൃ സഹോദരന്റെ മകനുമായ മലപ്പുറം പൂങ്ങാട് സ്വദേശി വലിയ പീടിയേക്കൽ വീട്ടിൽ സിയാസിനെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഡിസംബർ 6-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊഴിക്കാട്ടിരി പാലത്തിന് സമീപം വെച്ച് മുഹമ്മദ് അലി സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തിയാണ് കൊട്ടേഷൻ സംഘം അക്രമം അഴിച്ചുവിടുന്നത്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് പോലീസിന്റെ വ്യാപക തിരച്ചിലിനിടെ ഒറ്റപ്പാലം കോതക്കുരിശിയിൽ വെച്ച് അക്രമികളിൽ നിന്ന് അതിവിദഗ്ധമായി രക്ഷപ്പെട്ട മുഹമ്മദ് അലിയെ നാട്ടുകാരാണ് പോലീസിലേൽപ്പിച്ചത്. മാരകമായി പരിക്കേറ്റ അദ്ദേഹത്തെ ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വാണിയംകുളം PK ദാസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. സംഭവം നടന്ന ദിവസം തന്നെ ഒരു പ്രതിയെ പോലീസ് പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ അന്തർ സംസ്ഥാന കൊട്ടേഷൻ സംഘങ്ങളെക്കുറിച്ച് സൂചന ലഭിച്ചു. അന്വേഷണം തന്നിലേക്ക് നീളുന്നുവെന്ന് മനസ്സിലാക്കിയ സിയാസ് വിദേശത്തേക്ക് കടന്ന് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘം തന്ത്രപൂർവ്വം പ്രതിയെ മലപ്പുറം എടവണ്ണയിൽ നിന്ന് പിടികൂടുകയായിരുന്നു. ഒരു കാലത്ത് മുഹമ്മദ് അലിയുടെ ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന വിശ്വസ്തനായിരുന്നു സിയാസ്. എന്നാൽ ഇയാൾ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകൾ മുഹമ്മദ് അലി കണ്ടെത്തുകയും ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. ഇതോടെ വലിയ കടക്കണിയിലായ സിയാസ് മുഹമ്മദ് അലിയോടുള്ള പക തീർക്കാനും മോചനദ്രവ്യമായി വലിയ തുക തട്ടിയെടുത്ത് ബാധ്യതകൾ തീർക്കാനുമാണ് ഈ കൊട്ടേഷൻ ആസൂത്രണം ചെയ്തത്. വിളയൂർ കൈപ്പുറം റോഡിന്റെ നവീകരണത്തോടനുബന്ധിച്ച് വിളയൂർ സെന്ററിൽ റോഡ് ഉയർത്തുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. ഈ പാതയിൽ 2 ദിവസം ഗതാഗതം നിരോധിച്ചാണ് പ്രവൃത്തികൾ നടത്തുന്നത്. വിളയൂർ കൈപ്പുറം പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി വിളയൂർ സെന്ററിൽ റോഡ് ഉയർത്തുന്ന പ്രവൃത്തികൾ തുടങ്ങി. ഇന്നും നാളെയും കൂരാച്ചിപ്പടി പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് റോഡ് ഉയർത്തുന്ന പ്രവൃത്തികൾ നടത്തുന്നത്. റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ പൊളിച്ചു മാറ്റിയുള്ള പ്രവൃത്തികളും നിലവിൽ നടത്തിവരുന്നുണ്ട്. ഇതിനു പുറമെയാണ് കൂരാച്ചിപ്പടി റോഡിൽ നിന്നും വിളയൂർ പുലാമന്തോൾ റോഡിലേക്ക് കയറുന്ന ഭാഗം ഉയർത്തുന്നത്. 5,76,00,000 ചെലവഴിച്ചാണ് റോഡിൽ നവീകരണം നടപ്പാക്കുന്നത്. കൊപ്പം വളാഞ്ചേരി പാതയെയും കൊപ്പം പെരിന്തൽമണ്ണ പാതയെയും ബന്ധിപ്പിക്കുന്നതാണ് വിളയൂർ കൈപ്പുറം റോഡ്. 10 വർഷം മുൻപ് റബ്ബറൈസ് ചെയ്ത റോഡിലെ പല ഭാഗത്തും തകർച്ച രൂക്ഷമാണ്. കുടിവെള്ള പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നതും റോഡ് തകർച്ച ആക്കം കൂടി. ഈ സാഹചര്യത്തിലാണ് പാത നവീകരിക്കാൻ പദ്ധതിയായത്. നവീകരണത്തിന്റെ ഭാഗമായി കാളാഞ്ചിറയിൽ 2 ഓവുപാലങ്ങൾ പുതുക്കി പണിതു. എടപ്പലം, പേരടിയൂർ ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തികളും നിർമ്മാണവും നടക്കുന്നുണ്ട്. വിളയൂർ സെന്ററിലേക്ക് കയറുന്ന 100 മീറ്ററോളം ഭാഗമാണ് ഉയർത്തുന്നത്. ഇതിനായാണ് 2 ദിവസം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. വാഹനങ്ങൾ കരിങ്ങനാട് ഉദയപുരം റോഡ് വഴിയും വിളയൂർ UP സ്കൂൾ റോഡ് വഴിയുമാണ് യാത്ര ചെയ്യുന്നത്. മഴയ്ക്ക് മുൻപ് റബ്ബറൈസിംഗ് പ്രവൃത്തികൾ നടപ്പാക്കി റോഡ് നവീകരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. ആമക്കാവ് പൂര ദിവസം കൂറ്റനാട്ടെ വീട്ടിൽ നിന്നും 25 പവൻ കവർന്ന മോഷ്ടാക്കളെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ഉത്സവങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന സംഘം. കാസർകോട് പെരിയ അഹമ്മദ് മൻസിലിൽ ഹാഷിം, കാസർകോട് വിദ്യാനഗർ മേലക്കാല കോളനിയിൽ മനോജ് എന്നിവരെയാണ്
ഷൊർണൂർ ഡിവൈഎസ്പി ഷാജു കെ അബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. നഷ്ടപ്പെട്ട സ്വർണവും ഇവരിൽ നിന്ന് കണ്ടെത്തി. കാസർഗോഡ് നിന്ന് ഞായറാഴ്ച വൈകിട്ട് കസ്റ്റഡിയിലെടുത്ത ഇരുവരെയും ഷൊർണൂരിൽ എത്തിക്കുകയായിരുന്നു. കൂറ്റനാട് തൊഴുക്കാട് ഹരിഭവനിൽ സുധീറിന്റെ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ച 25 പവൻ സ്വർണമാണ് കവർന്നത്. വീട്ടുകാർ ആമക്കാവ് പൂരത്തിന് പോയ സമയത്തായിരുന്നു സംഭവം. ഉത്സവങ്ങളുടെ തീയതികൾ മനസ്സിലാക്കി അവിടേക്കെത്തി പൂട്ടിയ വീടുകളിൽ മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതി. ആമക്കാവ് ഉത്സവ ദിവസം കാസർഗോഡ് നിന്ന് തീവണ്ടിയിൽ പട്ടാമ്പിയിലെത്തി കൂറ്റനാട്ടേക്ക് ബസ്സിലെത്തിയെന്നും മോഷണശേഷം ഉത്സവം കണ്ട് രാത്രിയാണ് തീവണ്ടിയിൽ തന്നെ കാസർഗോട്ടേക്ക് മടങ്ങിയതെന്നും ഇരുവരും മൊഴി നൽകി. മോഷണ ദിവസം തന്നെ രണ്ടുപേരുടെയും CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിൽ ഇവരെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായതിനാൽ യാത്ര ചെയ്ത ബസ്സിലെ ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് ഉറപ്പുവരുത്തിയത്. ഇരുവർക്കുമെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കവർച്ചാ കേസുകളുണ്ട്. ഇരുവരെയും ചൊവ്വാഴ്ച മോഷണം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പിനു ശേഷം കോടതിയിൽ ഹാജരാക്കി. പരുതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സീനിയർ സിറ്റിസൺസ് ഫോറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ്. പരുതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്റർ സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. വയോജന നയവും സാമൂഹ്യ ഉത്തരവാദിത്വവും എന്ന വിഷയത്തിലായിരുന്നു ക്ലാസ്. KSSPU സംസ്ഥാന കൗൺസിലർ KM ഉണ്ണികൃഷ്ണൻ വിഷയാവതരണം നടത്തി. ഏറ്റവും കൂടുതൽ ജനനവും മരണവും നടക്കുന്നുണ്ടെങ്കിൽ ജനസംഖ്യ വർദ്ധിക്കില്ല. ജനസംഖ്യയിൽ വൃദ്ധർ വർദ്ധിക്കില്ല. ഏറ്റവും കൂടുതൽ ജനനവും മരണവും നിയന്ത്രിക്കുമ്പോഴാണ് വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം ഇപ്പം പ്രകടമാവുന്നതാണ്. തുറന്ന ബാക്കിലോട്ട് പ്രകടമാവും. അതിൻ്റെ കണക്കുകളൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. 2001 കേരളത്തിൽ 10.5% വയോജനങ്ങളുണ്ട്. 11 12.5, 21 അത് 15, ഇപ്പം 18.6 എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത്. 2050 ആകുമ്പോൾ 30% കേരളത്തിൽ. ഇതാണ് കേരളത്തിൻ്റെ ഒരു കണക്ക് പറയുന്നത്. 30% പറയുമ്പോൾ 3-1 വയസ്സന്മാരാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരളം ഇത് പരിഗണിക്കുന്നത്. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ 1951 5.4%, 81 8.8. സീനിയർ സിറ്റിസൺ ഫോറം സെക്രട്ടറി TP രാമചന്ദ്രൻ, ഡോക്ടർ PV രാമൻകുട്ടി, N ശങ്കരൻ നമ്പൂതിരി, CK സത്യഭാമ, N മോഹൻദാസ്, MT ബാലകൃഷ്ണൻ, D ഹേമലത, PP ഉണ്ണികൃഷ്ണൻ, വായനശാല പ്രസിഡന്റ് AP ശശി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. എഴുത്തുകാരി ഉഷ സുധാകരൻ രചിച്ച കഥാവീട് എന്ന പുസ്തകം വായനശാല ഭാരവാഹികൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. തെക്കേ വാവന്നൂർ ശ്രീ കോട്ടിലുങ്ങൽ അസുര മഹാകാളൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മാർച്ച് 23 മുതൽ ഏപ്രിൽ 2 വരെ നവീകരണ കലശം നടത്തുന്നതിന് ഒരുക്കങ്ങളായെന്ന് ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തന്ത്രി രത്നം പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് 11 നാൾ നീണ്ടുനിൽക്കുന്ന നവീകരണ കലശവും മാർച്ച് 30-ന് പുനഃപ്രതിഷ്ഠയും നടത്തുന്നത്. ഈ ദിവസങ്ങളിൽ ഭഗവത് സേവയും കലാസാംസ്കാരിക പരിപാടികളും പ്രസാദഊട്ടും ഉണ്ടാകും. മാർച്ച് 23-ന് തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് വെൺമണി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭക്തി പ്രഭാഷണം നടത്തും. തുടർന്ന് 7:30-ന് ചാക്യാർകൂത്ത്, നൃത്താർച്ചന എന്നിവയുണ്ടാകും. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് നൃത്താർച്ചന, ഭക്തിഗാനമേള, കീർത്തനാലാപനം, തായമ്പക, കഥകളി എന്നിവ അരങ്ങേറും. ഏപ്രിൽ 2-ന് നവീകരണ കലശ ചടങ്ങുകൾ സമാപിക്കുമെന്ന് ക്ഷേത്ര നവീകരണ കലശ കമ്മിറ്റി ഭാരവാഹികളായ MP കേശവൻ, TN പരമേശ്വരൻ, പുന്നത്തൂർ നാരായണൻ, KK മാധവൻ, K വിജയൻ മാസ്റ്റർ എന്നിവർ അറിയിച്ചു. കുറച്ച് ജനങ്ങളടങ്ങിയ ആ ഏരിയയിലെ 3 ക്ഷേത്രത്തിൻ്റെയും കാര്യങ്ങൾ ഇത്തരത്തിൽ കൊണ്ടു നടക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പരിപാടി ഇത്രയും വൈകിപ്പോയത്. എന്നിരുന്നാലും ഞങ്ങൾ വളരെ ഭംഗിയായി നടത്താൻ എല്ലാവരുടെയും പരിശ്രമം കൊണ്ട് നിങ്ങളുടെയൊക്കെയും വളരെ സ്നേഹപൂർണ്ണമായ സഹകരണവും ഞങ്ങൾ അതിനുവേണ്ടി പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ നടത്താൻ ഉദ്യമത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ ഈ 23-ാം തീയതി അതിൻ്റെ ഒരു ചെറിയ ഉദ്ഘാടന കർമ്മം നമ്മൾ വൈകിട്ട് 7 മണിക്ക് എല്ലാ ദിവസവും ഗണപതി യോഗത്തോടുകൂടി ആ ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ തുടങ്ങുന്നു. അതോ ക്ഷേത്രത്തിലെ മറ്റു പല താന്ത്രിക വൃത്തികളും അവസാനിക്കുന്നു 7:30 മണിക്ക്. 7:30 മണി ദീപാരാധന കഴിഞ്ഞാൽ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഈ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന വാർഡുകൾ 3-4 വാർഡുകളാണ്, അവിടുത്തെ വാർഡ് മെമ്പർമാർ, പിന്നെ നമ്മുടെ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽപ്പെട്ട ക്ഷേത്രമായതുകൊണ്ട് അവിടുത്തെ ഇൻസ്പെക്ടർ, ഇവരെയൊക്കെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതൊരു ഭംഗിയായിട്ട് ആ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടും. അതിന് നിങ്ങളെല്ലാവരും അവിടെ എത്തിച്ചേരണമെന്ന് നിങ്ങളെ ക്ഷണിക്കുക കൂടി ചെയ്യുകയാണ്.
പൂർവികർ തലമുറകളായി പകർന്നു തന്ന അറിവ് മാത്രമേ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുള്ളൂ. വളരെ പുണ്യദായകവും നാടിനും നാട്ടുകാർക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഈ വരുന്ന 23 മുതൽ ഏപ്രിൽ 2 തീയതി വരെ നടക്കാൻ പോകുന്നത്. തന്ത്രരത്നം ബ്രഹ്മശ്രീ ശ്രീ പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരി അവറുകളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നവീകരണ കലശവും ദ്രവ്യകലശവും നടക്കുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തി നവീകരണ കലശ ദ്രവ്യഹോമ മഹായജ്ഞം വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ക്ഷേത്ര ഭാരവാഹികളും ക്ഷേത്ര ജീവനക്കാരും പുനരുദ്ധാരണ കമ്മിറ്റിയും ക്ഷേത്ര കമ്മിറ്റിയും വിപുലമായ തോതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവൻ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.